ഇനി വേറൊരു വശത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ മനുഷ്യൻ ഈ ഭൂമിയിൽ വന്ന് നേച്ചറിനെ അവൻ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, അവന്റെ ബുദ്ധി ഉപയോഗിച്ച് അവൻ ഫ്രം ദ നത്തിങ് ഹി ക്രിയേറ്റഡ് എവരിത്തിങ്. നത്തിങ് മീൻസ് ഈ ഫ്രം ദ ബോട്ടം ടു ദ ടോപ്പ്. അപ്പം അങ്ങനെ മനുഷ്യൻ സ്റ്റോൺ ചെയ്തിൽ നിന്നും മെഷീൻ ഏജിലേക്കും പിന്നെ അങ്ങനെ ഇവോൾവ് ചെയ്ത് നമ്മൾ ഇന്നത്തെ ടെക്നോളജി വേൾഡിലേക്ക് എത്തിയപ്പോൾ അത് അവൻ്റെ ഒരു സർവൈവൽ, അവൻ്റെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള നേച്ചർ കൊടുത്തുള്ള ഒരു ഗിഫ്റ്റിനെ അവൻ എക്സ്പ്ലോർ ചെയ്തു. അത്രയും. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ഈ ലോകത്തിൽ ഇവിടെ സയൻസ് എത്തിച്ചു നിൽക്കുന്ന ഒരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള മനുഷ്യന്റെ ഒരു എവല്യൂഷൻ. വേറൊരു വശത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ലൈഫിന്റെ റിയാലിറ്റി മനസ്സിലാക്കുന്നത് മനുഷ്യന് ഇതൊക്കെ ഉണ്ടായാലും മെന്റലി മനുഷ്യൻ ഫുള്ളി ഹാപ്പി അല്ല. മനുഷ്യൻ മെന്റലി ഒരു പീസ്ഫുൾ അല്ല. വളരെ റെസ്റ്റ്ലെസ് ആയി, അഗ്രസീവായി, ചിലർ വളരെ നെഗറ്റീവായിട്ട്. അങ്ങനെ ഈ ലോകത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും അവരുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിലേക്ക് വരാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, വേറെ ചിലർ ഇന്ന് കണ്ടെത്തിയിരിക്കുന്ന കണ്ടെത്തലുകൾ തന്നെ ഡിസ്ട്രക്റ്റീവായിട്ട് ഉപയോഗിക്കും. ഇപ്പോഴത്തെ മോഡേൺ നമ്മൾ കാണുന്ന കുട്ടികളുടെ ഇടയിലുള്ള അഡിക്ഷൻസ്, ഇത് അവരുടെ ഫ്യൂച്ചറിനെ വളരെയധികം ബാധിക്കുന്നു. അപ്പൊ ഏത് തരം ലൈഫാണ് ശരിക്കും വേണ്ടത് മനുഷ്യന്? ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന സയൻസ് തന്നിരിക്കുന്ന ഒരു വിഷൻ, ലൈഫ് ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു ഗ്രോത്ത്, ഇതും വേറെ വശത്ത് ഈ റിലീജിയൻ തന്നിരിക്കുന്ന ഇതെല്ലാം ഗോഡ് ക്രിയേറ്റഡ് ആണെന്നുള്ളൊരു തോട്ടം. ഇതാണ് ഇപ്പൊ രണ്ടെണ്ണം ലോകത്തിലുള്ളത്. എന്നാൽ ഹിന്ദുയിസം പഠിപ്പിക്കുന്ന സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് സയൻസിന്റെ എവല്യൂഷൻ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഡിസ്കവറീസും എല്ലാം വേണം മനുഷ്യൻ. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഈ വേൾഡില് ഒരു ഹാർമണി ഇല്ലെങ്കിൽ, ഒരു പീസ്ഫുൾനെസ് ഇല്ലെങ്കിൽ, എല്ലാവരും തമ്മിൽ ഒരു പരസ്പര കോപ്പറേഷൻ, കോർഡിനേഷൻ ഇല്ലെങ്കിൽ ഈ ഡിസ്കവറി കൊണ്ടൊന്നും കാര്യമില്ല. ഇപ്പൊ അതാണല്ലോ ഇപ്പൊ നമ്മൾ നോക്കും, ഇത്ര റഷ്യ ആൻഡ് ഉക്രൈൻ വാർ, അതുപോലെ പല വാറുകളും. ഇപ്പൊ ചൈന തന്നെ നമുക്കൊരു വലിയ ത്രെട്ട് ഉണ്ടാക്കിയിരിക്കുക. നമ്മുടെ ബോർഡറിലൊക്കെ എത്ര ആയുധങ്ങളെ കൊണ്ട് വെക്കേണ്ടി വന്നിരിക്കുന്നു. ഈ ടെക്നോളജി മുഴുവൻ നമ്മൾ വെപ്പണാക്കി മാറ്റി അവസാനം ഇത് ഡിസ്ട്രക്റ്റീവ് ആക്കി മാറ്റി. ആണല്ലേ കമാൻ. നമ്മൾ ബോർഡറിലൊക്കെ എത്രയാണ് ഇപ്പൊ നോക്കൂ, റാഫേൽ എന്നൊക്കെ പറയുന്ന വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ആയുധങ്ങൾ. ഇപ്പം തന്നെ നിങ്ങളിവിടെ നമ്മൾ ഇരിക്കുന്ന HAL അവർക്ക് കൊടുത്തിരിക്കുന്ന പ്രൊജക്ട് മുഴുവൻ ഒരുപാട് വെപ്പൺ ഉണ്ടാക്കലും അതൊക്കെയാണ്. അപ്പൊ ഈ തരത്തിൽ മനുഷ്യനെ ഡിസ്ട്രക്റ്റീവ് ആക്കുന്ന എവല്യൂഷൻ ആണോ ശരിക്കും വേണ്ടത്? അതോ മനുഷ്യൻ ഈ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള എവല്യൂഷന്റെ കൂടെ തന്നെ മനുഷ്യന് ഒരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ, എല്ലാവരെയും ആക്സെപ്റ്റ് ചെയ്യാനുള്ള, അഡ്ജസ്റ്റ് ചെയ്യാനുള്ള, കോപ്പറേറ്റ് ചെയ്യാനുള്ള, എല്ലാവരെയും കൈപിടിച്ച് ഉയർത്താനുള്ള ഒരു ഹ്യൂമാനിറ്റി, ഒരു വാല്യൂസ് വേണോ വേണ്ടയോ? അവിടെയാണ് ഭഗവത്ഗീതയുടെ ഇൻവോൾവ്മെന്റ്. അപ്പൊ അതിന് ഭഗവാൻ കൃഷ്ണൻ പറയുന്നത്, ഇവിടെ ഓരോരുത്തരും, ഇവിടെ ഈ ഭൂമിയിലുള്ളവര് 3 ഗുണങ്ങളാൽ വേർതിരിച്ചിരിക്കണം. എല്ലാവരുടെ മനസ്സിലും ഈ 3 ഗുണങ്ങളുണ്ട്. ചിലവരില് തമോ ഗുണം ഡോമിനേറ്റഡ് ആണ്, ചിലവരില് രജോ ഗുണം ഡോമിനേറ്റഡ് ആണ്, ചിലവരില് സത്വഗുണം. ഒരു സാത്വിക ക്വാളിറ്റിയുള്ള ഒരു മനുഷ്യർക്ക് മാത്രമേ, അല്ലെങ്കിൽ അങ്ങനെ ഒരു മനുഷ്യനെ ഡെവലപ്പ് ചെയ്താൽ മാത്രമേ നമുക്കൊരു ഹാർമോണിയസ് വേൾഡിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ മനുഷ്യന്റെ ഉള്ളിലൊരു ട്രാൻസ്ഫോർമേഷൻ വേണം. എക്സ്റ്റേണൽ എവല്യൂഷന്റെ കൂടെ തന്നെ ഇന്റേണൽ എവല്യൂഷൻ വേണം. അതാണ് ഗീത പഠിപ്പിക്കുന്നത്. സ്പിരിച്വാലിറ്റി ഈസ് ടോക്കിംഗ് അബൌട്ട് ഇന്റേണൽ, അതായത് മെന്റൽ എവല്യൂഷൻ അഥവാ മെന്റൽ ട്രാൻസ്ഫോർമേഷൻ. എന്താണ് ഈ മെന്റൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഡിസ്കവറീസിന്റെ കൂടെ തന്നെ എല്ലാ ഗാഡ്ജറ്റ്സിന്റെ ഇടയിൽ മനുഷ്യന് വാല്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യന് ഒരു കോപ്പറേഷനും കോർഡിനേഷനും ഒക്കെ ഇവിടെ ഉണ്ടാവുള്ളൂ. അതാണ് ഗീത നമുക്ക് കാണിച്ചത്. അപ്പൊ ഇവിടെ നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. അപ്പൊ കൃഷ്ണൻ 3 സെറ്റ് ഓഫ് തമോ ഗുണവും രജോ ഗുണവും സത്വ ഗുണവും എവിടുന്നാ നമ്മൾ തുടങ്ങിയെന്ന് നമ്മൾ പറയണം. ജ്ഞാനത്തിൽ 3 ക്വാളിറ്റീസ് ഉണ്ട്. അതേപോലെ തന്നെ കർമ്മത്തിലുണ്ട്, കർത്ത. ജ്ഞാനം, കർമ്മ, കർത്ത. അപ്പൊ നോക്കൂ, ഇതിലൊക്കെ 3 ക്വാളിറ്റീസ് ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞു ബുദ്ധി, ധൃതി. ബുദ്ധിയിലുണ്ട്, ധൃതിയിലുണ്ട്. അപ്പൊ നമ്മൾ ഇന്നലെ ലാസ്റ്റ് കണ്ടത് ധൃതിയുടെ ലാസ്റ്റ് ആ താമസിക് കാര്യങ്ങളാണ് അല്ലെ. ഏത് ധൃതിയാണ് സാത്വിക്, ഏത് ധൃതിയാണ്
രാജസിക. ധൃതി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഡിറ്റർമിനേഷൻ, ഒരു കാര്യം ചെയ്യാനുള്ള ഒരാളുടെ ഡിറ്റർമിനേഷൻ, ഡിസിഷൻ. അപ്പൊ അത് നെഗറ്റീവ് ആവാം, അത് പോസിറ്റീവ് ആവാം. അപ്പൊ അത് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ അത് ആ വ്യക്തിക്കും ഗുണമാണ്, അത് മറ്റുള്ളവർക്കും പ്രയോജനം. അപ്പൊ നോക്കൂ, നമുക്ക് എഡ്യൂക്കേഷൻ കാര്യത്തിൽ, ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു, എഡ്യൂക്കേഷൻ കാര്യത്തിൽ സർക്കാരൊക്കെ ഫെയിലിയർ ആയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ ഒരുപാട് ടോർച്ചർ ചെയ്ത് പഠിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്ത്. ഞാൻ ടോർച്ചർ ചെയ്യാൻ പറഞ്ഞാൽ ഫിസിക്കൽ ടോർച്ചർ അല്ല ഉദ്ദേശിച്ചത്, മെന്റൽ സ്ട്രെസ് കൊടുത്ത് മെന്റലി അവരെ ഒരുപാട് പഠിപ്പിക്കുന്നതാണ് ഇന്നത്തെ എഡ്യൂക്കേഷനെ പറ്റിയൊരു പരാജയം. ശരിക്കും എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവരുടെ ഇന്നർ സ്കില്ലിനെ കണ്ടെത്താനും അവരുടെ പേഴ്സണാലിറ്റിയെ ഡെവലപ്പ് ചെയ്യാനും സാധിക്കും. ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇന്ന് മാനേജ്മെന്റ് പറയുന്നത് ടോട്ടലി ഡിഫറെന്റ് ആണ്. ഗീതയിലെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ തമോ ഗുണത്തിൽ നിന്നും രജോ ഗുണത്തിലേക്കും, രജോ ഗുണത്തിൽ നിന്ന് സത്വ ഗുണത്തിലേക്കും. അപ്പൊ ഈ 5 ലെവലിൽ അവർക്ക് ആ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യും. ഏതൊക്കെയാണ് 5? 5 ഇനിയുണ്ട്, 6 ലെവലുണ്ട്. ഏതൊക്കെയാണ് 5 ലെവൽ പറയാൻ പറ്റുമോ? ജ്ഞാനം, കർമ്മ, കർത്ത, ധൃതി അല്ലല്ലോ ആദ്യം, ബുദ്ധി, ധൃതി, ഇനി സുഖം. അടുത്തത് സുഖത്തെ കുറിച്ച് പറയും. ഈ ഒരു വിഷൻ ഏതൊക്കെയാണ്? ജ്ഞാനം, കർമ്മം, കർത്ത, ബുദ്ധി, ധൃതി, സുഖം. സുഖത്തിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നതാണ്. ഈ 6 ലെവലിൽ ഒരാളുടെ മൈൻഡിനെ തമോ ഗുണത്തിൽ നിന്നും രജോ ഗുണത്തിലേക്കും, രജോ ഗുണത്തിൽ നിന്ന് സത്വഗുണത്തിലേക്കും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുമ്പോഴാണ് ശരിക്കും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നടക്കുന്നത്. അപ്പൊ റിയൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഒരു ഓർഗനൈസേഷൻ, ഒരു ഫാമിലി, ഒരു സൊസൈറ്റി, ഒരു ലോകം, ഇതെല്ലാം വളരെ അമീക്കബിളി, വളരെ ഹാർമോണിയസ്ലി അവരിൽ ഒരു കോപ്പറേഷനും കോർഡിനേഷനും അണ്ടർസ്റ്റാൻഡിങ്ങും ഒരു സഹകരണവും എല്ലാം ഉണ്ടാവും. അപ്പൊ എല്ലാറ്റിൻ്റെയും സത്വഗുണം മാത്രം വായിച്ചുകൊണ്ട് നമുക്ക് ആ സുഖത്തിലേക്ക് കിടക്കാം. നിങ്ങൾ ആദ്യം തന്നെ നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്യാൻ വേണ്ടി പറയുകയാണ്. ഇതൊക്കെയാണ് ജ്ഞാനം. അപ്പൊ ജ്ഞാനത്തിലെ ആദ്യത്തെ ആ ഒരു സാത്വിക ഗുണം 20-ാം ശ്ലോകം ഒന്ന് നോക്കിയിട്ട് നമുക്ക് എടുക്കാം. സർവഭൂതേഷു യേനേകം ഭാവമവ്യയമീക്ഷതേ അവിഭക്തം വിഭക്തേഷു തജ്ഞാനം വിദ്ധി സാത്വികം. അപ്പൊ ഈ പ്ലൂരാലിറ്റി കാണുന്ന, മൾട്ടിപ്ലിസിറ്റി കാണുന്ന അതിനപ്പുറത്ത് മനുഷ്യനൊരു സൂക്ഷ്മമായ കാഴ്ചപ്പാട് വേണം. അതെന്താണ്? ഈ പ്ലൂരാലിറ്റി, മൾട്ടിപ്ലിസിറ്റി എല്ലാം നിലനിർത്തുന്ന ഒരു ഏകത്വമുണ്ട്. അപ്പൊ ആ ഏകത്വം എന്നൊരു അറിവുണ്ടെങ്കിലേ ഇവിടെ യാതൊരു വിധത്തിലുള്ള സത്യത്തിൽ ഒരു ട്രൂത്ത്ഫുള്ളി ഒരു ഡിഫറൻസും ഇല്ല. ആണെന്നോ പെണ്ണെന്നോ ജാതിയെന്നോ മതമെന്നോ എല്ലാം മനുഷ്യന്റെ ഒരു പ്ലൂറാലിറ്റിയിലെ എക്സ്റ്റേണൽ ഒരു ഫിനോമിന മാത്രമാണ്. ആന്തരികമായി എല്ലാവരും ഒരേ സെൽസും ഒരേ എനർജിയും ഒരേ ഫോഴ്സും കൊണ്ട് എക്സിസ്റ്റന്റ് ആണോ? അപ്പൊ ആ ഒരു കാഴ്ചപ്പാട് കാണുമ്പോൾ നമ്മൾ മനുഷ്യൻ അവന്റെ ഒരു ലെവലിൽ നിന്നും മറ്റ് എല്ലാറ്റിനെയും ആക്സെപ്റ്റ് ചെയ്യാനും അണ്ടർസ്റ്റാൻഡാനും റെസ്പെക്ട് ചെയ്യാനും അവന് സാധിക്കും. ഇത് ഭാഗവതത്തിൽ വരും. അവിടെ കപില ഭഗവാൻ അമ്മയോട് പറയും, അമ്മ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ മനസ്സാ ഭൂതാനി പ്രണമേൽ, മനസ്സുകൊണ്ട് എല്ലാ ഭൂതങ്ങളെയും അമ്മ പ്രണമിക്കണം. എന്താണ്? ഈശ്വരോ ജീവകലയാ പ്രവിഷ്ടോ ഭഗവാനെ. ഈശ്വരൻ തന്നെയാണ് എല്ലാവരിലും ജീവരൂപത്തിലിരിക്കുന്നത്. അതായത് ജീവൻ എന്ന് പറഞ്ഞാൽ ദ എസൻസ് ഓഫ് ലൈഫ് അതെല്ലാവരിലും ഒന്ന് തന്നെയാണ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ ആ എസൻസ് ഓഫ് ലൈഫ് ഉള്ളതുകൊണ്ടാണ് അന്തരീക്ഷത്തിലെ എയറിൽ നിന്നും ഓക്സിജൻ കൺവേർട്ട് ചെയ്ത് നമുക്ക് തരുന്നത്. നമ്മുടെ ശരീരത്തിലും ബ്ലഡ് ഉണ്ടാകുന്നത്, നമ്മുടെ ശരീരത്തിലും വേണ്ടുന്ന എല്ലാ പ്രവർത്തനങ്ങളും. ഇത് തന്നെയാണ് മൃഗങ്ങളിൽ നടക്കുന്നത്, ഇത് തന്നെയാണ് ചെടികളിൽ നടക്കുന്നത്. എല്ലാ ജീവജാലങ്ങളിലും ഈ ഒരു അന്തരീക്ഷത്തിലെ എയർ എടുത്ത് അവർക്ക് വേണ്ടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുന്ന ചെടികൾ, ഇതുപോലെ മൃഗങ്ങൾ ഓക്സിജൻ. എല്ലാവരുടെ ശരീരത്തിലും ബ്ലഡും അവർക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന എനർജി, ആ ഫൈനൽ എനർജി എല്ലാവരിലും ഒന്ന് തന്നെയാണ്. അപ്പൊ ഇവിടെ സത്യം പറഞ്ഞാൽ ഈ കാണുന്ന ഡിഫറൻസ് ഒക്കെ
പുറത്തേ ഉള്ളൂ, അകത്തെല്ലാവരും ഏകമേവ അദ്വൈതം. ഈ കാഴ്ചപ്പാടുണ്ടെങ്കിൽ ഇവിടെ ആരോടും ശത്രുതയുടെ ആവശ്യമില്ല. ആ ഒരു കാഴ്ചപ്പാടിലല്ലേ മനുഷ്യൻ ഇവോൾവ് ചെയ്യുന്നത് മെന്റലി. കാരണം നമുക്ക് മറ്റുള്ളവരോട് റെസ്പെക്ട്, കാരണം ഞാനും നിങ്ങളും ഒന്നാണ്. അടിസ്ഥാനപരമായി ആരോട് ശത്രുത കാണിക്കും? ചില ഉപനിഷത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏകത്വം അനുപശ്യത, ഈ ഏകത്വം കണ്ടു കഴിഞ്ഞാൽ തത്ര കോ ശോക മോഹ, എവിടെയാണ് ശോകവും മോഹവും, എവിടെയാണ് ശത്രുക്കൾ ഉള്ളത് എന്നൊക്കെ നമുക്ക് ഉപനിഷത്തുക്കളിൽ കാണാൻ സാധിക്കും. ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞ് കഴിഞ്ഞ ടോപ്പിക് ആയതുകൊണ്ട്. പിന്നെ അത് കഴിഞ്ഞത് ജ്ഞാനം കഴിഞ്ഞ് ജ്ഞേയം. ജ്ഞേയത്തിലും സാത്വിക ഗുണങ്ങളുണ്ട്. അതേതാണ്? ജ്ഞേയത്തിലും സാത്വിക ഗുണമുണ്ട്. അതേതാണ്? ജ്ഞാനം അല്ലല്ല, ജ്ഞാനം കർമ്മത്തിനും സാത്വിക ഗുണമുണ്ട്. അതേതാണ്? നിയത്ത് 23. നിയതം സംകരഹിതം അരാഗദ്വേഷദകൃതം അഫലപ്രേത്സുനാ കർമ്മ യത്തത് സാത്വികമുച്യതേ. അപ്പൊ ആ കർമ്മം സാത്വികമാണ്. അപ്പൊ ആരിലാണോ സംഗ്രഹിതം, പറഞ്ഞോ സംഗ്രഹിതം എന്നാൽ കർമ്മത്തിൽ നിന്ന് മാറലല്ല, ആ കർമ്മം ചെയ്യുമ്പോൾ വളരെ റിലാക്സ് ചെയ്ത്, അതായത് ഒരു എക്സൈറ്റ്മെന്റും ഇല്ല, ഒരു സ്ട്രെസ്സും ഇല്ല, മൈൻഡ് വളരെ കൂളായിട്ട്. അങ്ങനെ ആരാണോ അരാഗദ്വേഷതം, ഏത് വർക്ക് തന്നാലും ആ വർക്കിൽ ഫോക്കസ് ചെയ്യും. തൻ്റെ ഐ എന്നതിലല്ല അവർ ഫോക്കസ് ചെയ്യുന്നത്, ഇതെനിക്ക് ഇഷ്ടമല്ല. എന്തു വർക്കാണോ തനിക്ക് കിട്ടിയിരിക്കുന്നത് ആ വർക്കിനെ വർഷിപ്പായി കണ്ട് അവര് അതിനെ അവരുടെ പരമാവധി അവരൊക്കെ ചെയ്യാൻ പറ്റുന്ന അത്രയും അതിൽ ഫോക്കസ് ചെയ്ത് അവർ ഇൻവോൾവ് ചെയ്ത് അത് ചെയ്യുന്നു. അതിൽ എന്ത് ഫലം കിട്ടുന്നു എന്നുള്ളതല്ല അവർക്ക്, അവരത് ചെയ്യുമ്പോഴേ അത് എൻജോയ് ചെയ്ത് ചെയ്യാൻ പഠിക്കും. അങ്ങനെയുള്ള ഒരു കർമ്മമാണ് ഏറ്റവും സാത്വിക കർമ്മം. അപ്പൊ നോക്കൂ, മനുഷ്യന് ഇന്നത്തെ മാനേജ്മെന്റ് അറിയേണ്ട ഒരു കാര്യമാണ്. ശരിക്കും മനുഷ്യനുണ്ടല്ലോ, ഏത് കാര്യം ചെയ്യുമ്പോൾ അവന്റെ ഉള്ളിൽ ഒരു പ്രീ ഓക്യുപ്പൈഡ് തോട്ട്സുകളുണ്ട്. ഈ തോട്ട്സ് ലെവലിനെ ആരും മനസ്സിലാക്കുന്നില്ല. എല്ലാവരും ഇപ്പോൾ ഒരു എഡ്യൂക്കേറ്റഡ് ആയി നേരെ ജോലിക്ക് കയറുമ്പോൾ അവരെ ജോലിയെ കാണുന്നത്, നമ്മൾ പല ലേയേഴ്സിൻ്റെ ഉള്ളിൽ കൂടിയാണ് വർക്ക് ചെയ്യുന്നത്. എല്ലാവരുടെ ഉള്ളിലും രാഗദ്വേഷങ്ങളുടെയും അതുപോലെ പ്രീ കണ്ടീഷൻ തോട്ട്സിന്റെ ഒരു വലിയ ലെയർ ഇരിക്കുന്നത്, ഈ തമോ ഗുണത്തിന്റെയും രജോ ഗുണത്തിന്റെയും ലെയർ ഇരിക്കുന്നത്. ഈ ലെയറിലൂടെ മാത്രമേ നമുക്ക് പുറത്തേക്ക് നോക്കാൻ സാധിക്കുള്ളൂ. ഇപ്പൊ ഞാനൊരു സ്പെക്സ് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഗ്ലാസ്സിലൂടെ മാത്രമേ നോക്കാൻ പറ്റൂ, ആണോ? എന്നതുപോലെ നമ്മുടെ ഉള്ളിലും മനസ്സിലും കുറെ തോട്ട്സുകളുടെ ലെയറുകളുണ്ട്. ഈ ലെയറിലൂടെ നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും നമ്മൾ കർമ്മത്തിലല്ല ഫോക്കസ് ചെയ്യുന്നത്, അതിനെ മുഴുവൻ ഡിസ്ട്രാക്ട് ചെയ്യാൻ, ഡിസ്റ്റർബ് ചെയ്യാൻ ഈ ലെയറുകൾക്ക് പറ്റും. അപ്പൊ ആ ലെയറുകൾ പ്യൂരിഫൈ ചെയ്യാതെ ഈ കർമ്മത്തിൽ കംപ്ലീറ്റ്ലി ഇൻവോൾവ് ചെയ്യാൻ നമുക്ക് സാധ്യത. അപ്പൊ അതുകൊണ്ടാണ് പഠിക്കുന്ന കുട്ടികൾക്ക് പഠനത്തിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അവരുടെ രാഗദ്വേഷങ്ങൾ പ്രവർത്തിക്കുന്നതുകൊണ്ട് അവരുടെ ഇഷ്ടപ്പെട്ട വേൾഡിൽ മാത്രമേ അവര് ഇൻവോൾവ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് പാരന്റ്സിനൊക്കെ പ്രശ്നം. കാരണം കളിയിൽ അവർ ഇൻവോൾവ് ചെയ്യണോ, അതില് മൊബൈലിൽ അവർ ഇൻവോൾവ് ചെയ്യണോ, എന്നാൽ പഠനത്തിൽ ഇവിടെയൊക്കെയാണ് നമുക്ക് ഈ റിസർച്ച് വർക്കുകൾ വേണ്ടത്. എങ്ങനെയാണ് ഈ കുട്ടികൾ മൊബൈലിൽ, ഞാനിന്നിപ്പോൾ ഒരു സ്കൂളിൽ ടീച്ചേഴ്സിനോട് അതാ പറഞ്ഞുകൊണ്ടിരുന്നു ഉച്ചയ്ക്ക് ഇവിടെ പോയ സമയത്ത്, എങ്ങനെ കുട്ടികൾക്ക് അവരുടെ എഡ്യൂക്കേഷനിൽ, നിങ്ങൾ നോക്കുക, അവർ മൊബൈലിൽ എല്ലാവരും ചീത്ത വിളിക്കണം, പക്ഷെ എങ്ങനെ ആ കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും, റിലാക്സ് ചെയ്തിട്ട്, ഹൗ ദേ കൻ ഡു ഇറ്റ്, അത് നമ്മളാരും പഠിക്കുന്നില്ല. നമ്മൾ വെറുതെ ബ്ലെയിം ചെയ്ത്, ബ്ലെയിമിങ് ഈസ് അവർ ഗെയിം, അതായി മാറി. അതിൽ നിന്ന് വ്യത്യസ്തമായി എങ്ങനെ കൊണ്ടുവരാം? ഏതായാലും കൃഷ്ണൻ പറയുന്നു, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, അങ്ങനെ ഒരു ലെവലിലേക്ക് ഉയരാൻ പറ്റും. അതിനെയാണ് സാത്വിക കർമ്മം ഉച്ചത്തെ. ഏത് കർമ്മം? അതെങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന വിഷയം വരെ. ഇനി മൂന്നാമത്തത് ആരാണ്? ജ്ഞാനമായി, കർമ്മമായി, പിന്നെ കർത്താവ്. ഏത് കർത്താവാണ് ഏറ്റവും നല്ല കർത്താവ്? മുക്തസംഗ 26. മുക്തസംഗോനഹം വാദി ധൃത്യുത്സാഹസമന്വിത സിദ്ധ്യോർ നിർവികാര കർത്താ സാത്വിക ഉച്യതേ. അവിടെയും പറഞ്ഞു മുക്തസംഗൻ, അതായത് ചെയ്യുന്ന വർക്കിൽ ഫോക്കസ് ചെയ്യുന്നു, വേറെ അവരുടെ യാതൊരു എക്സൈറ്റ്മെന്റും ഇല്ല, അങ്ങനെ തരത്തിലുള്ള ഒരു തരത്തിലുള്ള സ്ട്രെസ്സോ ഒന്നുമില്ല, മൈൻഡിനെ ഫോഴ്സ് ചെയ്യുന്നില്ല, വളരെ കൂളായിട്ട്. അനഹംവാദി, ഞാനാണിതെല്ലാം
ചെയ്യുന്നതെന്നുള്ള ഒരു ഭാവം ഇല്ലാതെ വളരെ വളരെ എനർജറ്റിക്കായി ധൃത്യുത്സാഹ സമന്വിത ആ ചെയ്യുന്ന പണി മറ്റുള്ളവർക്ക് പോലും ഉത്സാഹം ഉണ്ടാക്കുന്ന വിധത്തിൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയോട് കൂടിയിട്ട് ആരാണോ ചെയ്യുന്നത്, സിദ്ധ്യോ നിർവികാര എന്ന് വന്നാലും ഒരു സമചിത്തതയോടെ അതിനൊക്കെ ആവശ്യമില്ലാത്തതിനെ ഇഗ്നോർ ചെയ്യാനും, നല്ല അനുഭവമാണെങ്കിൽ അത് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാനും, അങ്ങനെയൊക്കെയുള്ളൊരു വിശാലമായൊരു മൈൻഡുള്ള ആളുകളുടെ ആ കർത്താവാണ് സാത്വിക കർത്താവ്. ഇതും പറഞ്ഞു. പിന്നെ അടുത്തത്, പിന്നെ ഭഗവാൻ പറഞ്ഞു ബുദ്ധേർഭേദം ധൃതേർഭേദം. ഇനി ബുദ്ധിയിലുമുണ്ട് അർജുന സാത്വിക ബുദ്ധി. അതേതാണ്? ഏതാണ് ബുദ്ധി? യയാ ധർമ്മമധർമ്മം ച 31 അല്ലെ? യയാ ധർമ്മമധർമ്മം ച അങ്ങനെയല്ലേ? കാര്യം ച കാര്യമേവ ച. ഞാൻ 31 വായിക്കുന്നത്, രാജസ്യാണ്. 30 വായിക്കുന്നത് അല്ലെ? എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട്. പ്രവൃത്തിം ച നിവൃത്തിം ച കാര്യാകാര്യേ ഭയാഭയേ ബന്ധം മോക്ഷം ചയാ വേത്തി ബുദ്ധി സാ പാർത്ഥ സാത്വികീ. അപ്പൊ നമ്മൾ ഇന്ന് ബുദ്ധി എന്ന് പറയുന്നത് കേവലം ഒരു അക്കാഡമിക് ബുദ്ധിയെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. ഈ ഐക്യു എന്നൊക്കെ പറയുന്നത് ഒരാൾക്ക് മതപ്പ് ചെയ്ത് അതെല്ലാം ബ്രെയിനിൽ ഉറപ്പിച്ച് പരീക്ഷയിൽ നല്ല മാർക്ക് മേടിക്കാൻ സാധിച്ചാൽ 100ൽ 100 വാങ്ങിച്ചാൽ നമ്മൾ പറയും ഐക്യു വളരെ കൂടുതലാണ്. പക്ഷെ കൃഷ്ണൻ ഇവിടെ പറയുന്ന ബുദ്ധി അത് കുറെ കൂടി സബ്ജക്റ്റീവാണ്. പ്രവൃത്തി നിവൃത്തി, എത്ര ഒരു കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യണം, എപ്പോൾ അതിൽ നിന്ന് വിഡ്രോ ചെയ്യണം, മനസ്സിനെ ബാലൻസ് ചെയ്തു. കാരണം ഇന്ന് ഐക്യു എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പഠിക്കണം. അതാണ് വളരെ അക്കാഡമിക് ആയി കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതം ഫുൾ സക്സസ്ഫുൾ ആവില്ല. കാരണം അയാൾ ജോലി സ്ഥലത്തിൽ നിന്ന് ഉള്ള അക്കാഡമിക് ക്വാളിറ്റി വീട്ടിലും അക്കാഡമിക് ആവും. അപ്പൊ അവിടെ ഇമോഷണലി അയാൾക്ക് ബാലൻസ് ചെയ്യാൻ സാധ്യത. അപ്പൊ ഒരു സ്ഥലത്തുള്ള ജോലിയിൽ നിന്നും മൈൻഡ് വിട്ട് വേറെ സ്ഥലത്തേക്ക് വരുമ്പോൾ ആ തോട്ട്സിൽ നിന്നും മൈൻഡിനെ മാറ്റാൻ സാധിക്കണം. വേറൊരു തലത്തിൽ വേറൊരു കാര്യം ചെയ്യുമ്പോൾ അതിൽ ഇൻവോൾവ് ചെയ്യാൻ സാധിക്കണം. അപ്പോൾ ഡ്രോപ്പ് ചെയ്യാനുള്ളൊരു കഴിവും ഇൻവോൾവ് ചെയ്യാൻ ഉള്ളൊരു കഴിവും അവരുടെ ബുദ്ധിക്കുണ്ടെങ്കിലേ അവർക്കത് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ കാര്യം ചെയ്യേണ്ടതെന്ത് ചെയ്യേണ്ട, അതായത് എത്ര ഒരു കാര്യത്തിൽ എനർജി ഇൻവോൾവ് ചെയ്യണം, എത്ര ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം, അത്ര കാര്യത്തിൽ വേണ്ടത്ര കോൺസെൻട്രേറ്റ് ചെയ്യണം. അതായത് ആവശ്യമില്ലാത്തതിൽ ഒരുപാട് മൈൻഡ് കൊടുത്ത് പിന്നീട് അത് ഡിസ്റ്റർബ് ആവേണ്ട ഒരു കാര്യം ഇല്ല. വേണ്ടതിൽ എന്താണ് ഫോക്കസ് ചെയ്യേണ്ടത്, വേണ്ടാത്തതിൽ എത്ര ഫോക്കസ് ചെയ്ത്. ഇപ്പൊ നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും ഭാരതത്തിന്റെ ഈ ഇപ്പോഴത്തെ ഒരു അഡ്മിനിസ്ട്രേഷൻ ലെവലിലൊക്കെ നിങ്ങൾക്ക് കാണാം. പല സമയത്തും നമുക്ക് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ചില കാര്യത്തിൽ ഇഗ്നോർ ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നത്, വേറെ ചില കാര്യത്തിൽ അവർ വളരെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എന്താ ഇതിൽ എത്ര കോൺസെൻട്രേറ്റ്, ഇതിലെന്താ കോൺസെൻട്രേറ്റ് ചെയ്യാറ്. അപ്പൊ ആ സമയത്ത് അതിന് അത്ര കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാലോ, ഈ ചില കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ വേറെ കാര്യങ്ങളിലുള്ള ശ്രദ്ധ വിട്ടുപോകും. അത് പല രാജ്യങ്ങളും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പൊ പല കാര്യങ്ങളും രാജ്യങ്ങൾ NGO സംഘങ്ങളെയൊക്കെ വിട്ടുകൊണ്ട് ഫൈനാൻസ് കൊടുത്തുകൊണ്ട് ഒരു രാജ്യത്തിന്റെ സ്റ്റെബിലിറ്റി നശിപ്പിക്കാൻ വേണ്ടിയിട്ട് രാജ്യത്തിന്റെ ആന്റി നാഷണൽ ആളുകളെ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിനെ ചില സമയത്ത് കൺട്രോൾ ചെയ്യേണ്ട സമയത്ത് കൺട്രോൾ ചെയ്യണം. പക്ഷെ അതിനേക്കാൾ ഉപരി ഒരു രാജ്യത്തിന്റെ മറ്റു കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ. ഇപ്പൊ നോക്കൂ, അടുത്ത കാലത്ത് തന്നെ കേരളത്തില് ഇന്ത്യയിൽ മൊത്തം തന്നെ ഒരു ആന്റി നാഷണൽ ആളുകളെ അറസ്റ്റ് ചെയ്ത് രാത്രി 3 മണിക്ക്. ഇത്രയും കാലം അവരെ ഒബ്സർവ് ചെയ്ത് എടുത്തു ചാടി പ്രവർത്തിക്കാതെ വേണ്ട സമയത്ത് പ്രവർത്തിക്കുക. അപ്പൊ കാര്യം ചെയ്യേണ്ട കാര്യം എപ്പോ, ചെയ്യാൻ പാടില്ലാത്തത് എപ്പോൾ. അപ്പൊ ഒരു ബാലൻസ് ചെയ്ത് എല്ലാം ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടു നടക്കാൻ സാധിക്കണം. അതേപോലെ തന്നെ പറയുന്നു ബന്ധം മോക്ഷം, ബന്ധം എന്താണ്, മോക്ഷം എന്താണ്, ഇതൊക്കെ അറിയാൻ സാധിക്കുന്ന ബുദ്ധിയാണ് ഏത്, സാത്വികി ബുദ്ധി. ഇനി അടുത്തത് ഏതാണ്, ധൃതി സാത്വികി 33. ധൃത്യാധാരയതേ മനഃപ്രാണേന്ദ്രിയക്രിയാം
യോഗേനാവ്യഭിചാരിണ്യാ ധൃതി സാ പാർത്ഥ സാത്വികീ. ഇനി ധൃതി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ധൃതി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഡിറ്റർമിനേഷൻ ചെയ്യാനുള്ള കഴിവാണ്. മനഃപ്രാണേന്ദ്രിയ ക്രിയ, മനസ്സിന്റെയും പ്രാണന്റെയും ക്രിയകൾ പ്രവൃത്തികളെ ആർക്കാണോ കൺട്രോൾ ചെയ്തുകൊണ്ട്, അതായത് ചില സമയത്ത് ഇതിന്റെയൊക്കെ പ്രവർത്തനങ്ങളെ വേണ്ടതിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമ്മുടെ എനർജി അനാവശ്യമായി നഷ്ടപ്പെടും. അപ്പൊ വേണ്ട സ്ഥലത്തേക്ക് നമ്മുടെ എനർജി വരണമെങ്കിൽ വേണ്ടാത്തതിനെ കൺട്രോൾ ചെയ്യാനുള്ളൊരു കഴിവ്. അപ്പൊ ഒരു ഡിസിപ്ലിൻഡ് ലൈഫ്, ഒരു സിസ്റ്റമാറ്റിക് ലൈഫ്, പങ്ക്ച്വാലിറ്റി, അങ്ങനെയൊക്കെ ആരാണോ യോഗേന പ്രാക്ടീസ് കൊണ്ട് ആരാണോ ഡെവലപ്പ് ചെയ്യുന്നത്, അങ്ങനെയുള്ളവരുടെ ധൃതിയാണ്, ഒരു ഫോർട്ടിറ്റ്യൂഡാണ്, അല്ലെങ്കിൽ ഡിറ്റർമിനേഷൻ ആണ് സാത്വികമായ ധൃതി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. സുഖം പിതാനിം ത്രിവിധം ശൃണുമേ ഭരതർഷഭാം അഭ്യാസാൽ രമതേ യത്ര ദുഃഖാന്തം ച നിഗച്ഛതി. ഹേ ഭരതർഷഭ, അർജുനനെ ഭഗവാൻ ഒന്ന് ഉണർത്താൻ വേണ്ടി വിളിക്കുന്ന പേരാണ് ഭരതർഷഭ. എന്ന് വെച്ചാൽ അർജുന, ദിസ് യു ക്യാൻ അച്ചീവ് എന്നതാണ്. ഇത് അച്ചീവ് ചെയ്യാൻ പറ്റും, ഇതെല്ലാം നിനക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. സുഖം ത്രിവിധം ഇതാണ്. ഇവിടെ സുഖത്തിലും ത്രിവിധം, എത്ര ഉണ്ട്? 3 എണ്ണം ഉണ്ട്. അഭ്യാസാൽ രമതേ, ആരാണോ അഭ്യാസത്തിലൂടെ, നമുക്ക് ആ വാക്ക് വളരെ ശ്രദ്ധിക്കണം. ഇതൊന്നും താനെ വരുന്നതല്ല, നമ്മൾ അതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്യണം, പ്രയത്നിക്കണം, നമ്മൾ സ്ട്രെയിൻ ചെയ്യണം, അതിനുവേണ്ടി കഷ്ടപ്പെടണം. ആരാണോ അതിനു വേണ്ടി അല്പമൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറുള്ളത്, അവർക്ക് രമതേ, ഞാൻ പറയുന്ന സുഖത്തിൽ രമിച്ചുകൊണ്ട് ദുഃഖാന്തം നിഗച്ഛതി, ദുഃഖത്തിന്റെ അന്തത്തിൽ, അതായത് ദുഃഖങ്ങളെയൊക്കെ നമുക്ക് ഓവർടേക്ക് ചെയ്യാം. അപ്പൊ സകല ദുഃഖങ്ങളെയും മനുഷ്യർക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റും എന്നത് നമ്മൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഒരു മനുഷ്യൻ അവന്റെ വിഷമങ്ങളെ, വേദനകളെ ഓവർടേക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിനെയെല്ലാം ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും എന്ന് എവിടെയാണ് നമ്മൾ, ഏത് കരിക്കുലത്തിലാണ് പഠിക്കുന്നത്? ഇവിടെയാണ് ആ ഭഗവത്ഗീതയുടെ മഹത്വം. മനുഷ്യൻ ഒരിക്കലും പ്രകൃതിയുടെ ഇൻസ്റ്റിങ്ക്റ്റിനനുസരിച്ച് ദുഃഖിക്കേണ്ട യാതൊരു കാര്യമില്ല. അപ്പൊ അവനവൻ ജീവിതത്തിൽ പരാജയം വരാം, ചിലത് നഷ്ടപ്പെടാം, ചില ഇൻസൾട്ട് ഉണ്ടാവാം, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം, പലതും നമുക്കുണ്ടാവാം. പക്ഷെ ഒരിക്കലും ജീവിതത്തിൽ ദുഃഖിച്ചിരിക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷെ ഇത് പറയാൻ വളരെ എളുപ്പമാണ്. നമുക്കൊരാളെ പുറത്ത് തട്ടിയിട്ട് പറയാം, ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ്, ഡോണ്ട് ബിക്കം മിസറബിൾ, നോ, എന്നൊക്കെ നമുക്ക് പറയാൻ എളുപ്പമാണ്. പക്ഷെ ദുഃഖത്തിൽ നിന്നും പുറത്ത് കിടക്കൽ അത്ര എളുപ്പമല്ല. അത് എങ്ങനെ സാധിക്കും എന്നത് കൃഷ്ണൻ ഇവിടെ കാണിച്ചു തരാം. അപ്പൊ അതിലും എത്ര ഉണ്ട്? ത്രിവിധം എന്ന് പറഞ്ഞാൽ 3 എണ്ണം. ഏതൊക്കെയാണത്? ആദ്യത്തേത് യത്തദഗ്രേ വിഷമിവ പരിണാമേ അമൃതോപമം തത്സുഖം സാത്വികം പ്രോക്തം ആത്മബുദ്ധി പ്രസാദജം. ഈ ശ്ലോകം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇന്ന് എല്ലാവരും സുഖത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. പ്രത്യേകിച്ച് അച്ഛനമ്മമാർക്ക് കുറച്ച് സമ്പത്ത് വന്നാൽ കുട്ടികളുടെ ജീവിതം സ്പോയിൽ ആവുന്നത് അവരുടെ കയ്യിൽ ഒരുപാട് ഗഡ്ജറ്റ്സുകളും അവർക്ക് കിട്ടുന്ന ഇന്നത്തെ 1 വർഷം വരെ കേടുവരാത്ത പ്രിസർവേറ്റീവ് ഉള്ള കുങ്കുറു എന്നെനിക്കറിയില്ല, ഈ തരത്തിലുള്ള ലേസും ഒക്കെ കൂടി അടിച്ച്, പിന്നെ ഉള്ള ആ ഒരു നീണ്ടിട്ടുള്ള ഒരു പൊട്ടറ്റോ ഉണ്ടല്ലോ, പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ തന്നെ പൊട്ടയാട്ടോ എന്നാണ്, അതൊക്കെ അടിച്ചു വിട്ട് അവസാനം ഇതൊക്കെ വീർത്ത് അച്ഛൻ കൊണ്ടുപോവാണ് ആശുപത്രിയിൽ. ഈ തരത്തിൽ കുറെ കുട്ടികളുടെ ജീവിതം, അച്ഛന് സമ്പത്ത് വന്നു, വീട്ടില് സമ്പത്ത് വന്നു, കുട്ടികൾ സ്പോയിലായി. ഒരു കാലഘട്ടം വരുമ്പോൾ നമ്മൾ മനസ്സിലാവും, ദാരിദ്ര്യമാണ് മനുഷ്യന് ഏറ്റവും സുഖം. കാരണം മനുഷ്യൻ അധ്വാനിക്കും, അവന് വേർപ്പുണ്ടാവും. ഇന്നിപ്പോ കേരളത്തിൽ ഇവിടെ ഉണ്ടോ അറിയില്ല, കേരളത്തിൽ ഒരുപാട് ആളുകൾ മറ്റുള്ളവരുടെ വേർപ്പ് കഴിക്കുന്നവരാണ്.
പ്രത്യേകിച്ച് പൊറോട്ട കഴിക്കുമ്പോണ്ടല്ലോ, പൊറോട്ട അത് ശരിക്കും വേർപ്പന്നെ കഴിക്കണം. കാരണം അത് അടിക്കുന്ന സമയത്ത് വേർത്തൊഴുകി എന്ന് മാത്രമല്ല, ഞാൻ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. ഞാനിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനെ നോക്കും, ഈ കടയിലൊക്കെ ഇങ്ങനെ പൊറോട്ട, അധികം ബീഹാറി ബംഗാളിയാണ്, കാരണം അവൻ അവിടെ ഇടിക്കാൻ ആരും കിട്ടുന്നില്ല. അപ്പൊ ഇവൻ ഇവിടെ വന്നിട്ട് പൊറോട്ടയൊക്കെ അടിച്ചിട്ട് അവസാനം ഇവൻ തലയിലൊക്കെ, കേരളത്തിൽ വരുമ്പോൾ ആദ്യം അതാ പിടിക്കുക, തലയിൽ കെട്ട് കെട്ടാൻ. അതൊക്കെ കെട്ടിയിട്ട് അവസാനം ഇവനൊക്കെ വേർത്ത് കുളിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇതിലിട്ട് അടിച്ച് അങ്ങനെ അതൊക്കെ ഒരു പാകപ്പെടുത്തി അവസാനം അവന്റെ ആ തലയില് ആ ഇതുണ്ടല്ലോ പുറത്തെടുത്ത് അതിന് ശരിക്കും നമ്മൾ വേർപ്പല്ലേ കഴിക്കുന്നത്. അതാണ് മറ്റുള്ളവരുടെ അധ്വാനത്തിന്റെ ആ മധുരം, അതപ്പോഴാണ് അനുഭവിക്കുന്നത്. ഈ തരത്തിൽ മനുഷ്യൻ ഇന്ന് അത്ര സുഖഭോഗത്തിൽ മുഴുകിപ്പോയി. അവന്റെ ഹെൽത്തിനെ കുറിച്ച് അവൻ പറയുന്നതല്ല. അവൻ കള്ളു കുടിച്ചു, അല്ലെങ്കിൽ ഡ്രഗ്സ് കഴിക്കുന്ന ആളുകളെ മാത്രമേ നമ്മൾ കാണൂ. ഈ ലേസ് ഗീസ് കഴിക്കുന്നത് വേറെ ഡ്രഗ്സാണ്. കാരണം അതും ഒരു തരം മനുഷ്യനെ സ്പോയിൽ ചെയ്യാൻ ആരും അറിയുന്നില്ല. ഈ തരത്തിൽ മനുഷ്യൻ അവന് കിട്ടിയ സുഖങ്ങളൊക്കെ പിന്നീട് അവന്റെ ജീവിതത്തെ ഹെല്ലിഷാക്കുന്ന, നരകമാക്കുന്ന ഒരു ജീവിതമാണോ ഇന്ന് നമ്മുടെ ചുറ്റും? കമോൺ ഈ സ്ട്രീറ്റിലൂടെ നമ്മൾ നടക്കുമ്പോൾ കുട്ടികൾക്ക് എന്തറിയാം ലൈഫിനെ കുറിച്ച്. പക്ഷെ ചെറുപ്പക്കാർ പോലും ഈ ലൈഫിനെ കൃഷ്ണൻ പറയുന്ന അവസ്ഥയിലേക്കല്ല കൊണ്ടുപോകും. അതുകൊണ്ട് ആദ്യം പറയാണ് അഗ്രേ വിഷമിവ. തുടക്കത്തിൽ വിഷമമാണ്. വിഷമം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, ലൈഫ് എന്ന് പറയുന്നത് എപ്പോഴാണത് സുഖമാകുന്നത്. സുഖം എന്ന വാക്കിന്റെ ഡെഫിനിഷൻ ഗീതയിൽ നിന്ന് തന്നെ പഠിക്കണം.